നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അയാൾ ചെരുപ്പ് പിടിച്ചു വന്ന് അവിടെ ഇരുന്നു. നബി തങ്ങളുടെ ക്ലാസ് കേട്ട് പോയി. രണ്ടാമത്തെ ദിവസം തങ്ങൾ ഇതേ വാക്ക് പറഞ്ഞു, ഇദ്ഖുലു അലൈക്കും റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട്. യഹ്മിലുന അലൈഹി ബിയസാരി, ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ ആളാ പിറ്റേന്ന് വന്നു, അങ്ങനെ തന്നെ വന്നു. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു യാ അല്ലാഹ്, ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം. ഇയാൾ ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ 10 സഹാബികൾ, നമ്മൾ അശ്റത്തുൽ മുബശ്ശരീൻ എന്ന് പറയില്ലേ, സ്വർഗത്തിൽ പോകുന്ന 10 പേർ, അത് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ 10 പേരാ. ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് ആളുകൾക്ക്. അതിൽപ്പെട്ട ഒരാൾ ഇയാളാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ പിന്നാലെ പോവാണ്. എന്താണ് ഇയാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, അതെനിക്കും ചെയ്താൽ ഞാനും രക്ഷപ്പെടുമല്ലോ. ഇയാളെ പിന്നാലെ കൂടി രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പുറക്ക് പോകാൻ പറഞ്ഞു, അല്ലേ ഞാനും വാപ്പിയും തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്, അതുകൊണ്ട് പുരക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ പുരക്ക് നിൽക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കോ? ആയിക്കോട്ടെ, എന്നെന്താ കുഴപ്പം. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ പോയത് മൂപ്പര് രാത്രി എത്ര നിസ്കരിക്കുന്നത്, മൂപ്പര് എന്തൊക്കെയാ ഓതുന്നത്, മൂപ്പര് എന്തൊക്കെയാ സൽക്കർമ്മം, ഇതൊക്കെ നോക്കാനാണ് ഞാൻ പോയത്. രാത്രി കാര്യമായ സുന്നത്ത് നിസ്കാരം ഞാൻ കണ്ടില്ല. സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റു, ഞാനും മൂപ്പര് ഒരുമിച്ച് പള്ളിക്ക് വന്നു. നിസ്കാരം കഴിഞ്ഞു, മൂപ്പര് തിരിച്ചുപോയി, ഞാനും പോയി ഭക്ഷണം കഴിച്ചു. പകല് നോമ്പോറ്റു, അന്ന് നോമ്പൊന്നുമില്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല, മൂപ്പര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. യാ അല്ലാഹ്, ഞാൻ ഇന്ന് പിന്നെ ക്ഷീണമായിട്ട് നാളെ ഉണ്ടാവുന്നു. നാളെ നോക്കി രണ്ടാമത്തെ ദിവസം ഇതേപോലെ. പിന്നെ 3 ദിവസമാണല്ലോ അതിഥി എന്ന പ്രയോറിറ്റി കിട്ടുക. 3 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരൊക്കെ നിർത്തി നോർമൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് അതിഥികൾ. അതിഥി എന്ന് പിന്നെ അപ്പൊ പറയില്ല. അപ്പോ 3-ാമത്തെ ദിവസവും കാര്യമായ ഒരു മാറ്റം കാണില്ല. ആ സമയത്ത് ഇയാളോട് പറഞ്ഞു, അല്ല സഹോദര, നിങ്ങൾ വന്നിരുന്ന 3 സദസ്സുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയ കർമ്മം എന്താ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഞാൻ കാര്യമായിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഞാനൊക്കെ ചെയ്യുന്ന അത്ര തന്നെ നിങ്ങളും ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവാണ്. ഞാൻ വാപ്പാനായിട്ട് വലിയ കുഴപ്പമുണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചതാണ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാ ശരി കേട്ടോ, പോട്ടെ, അസ്സലാമു അലൈക്കും. പോയപ്പോ ഇയാൾ തിരിച്ചു വിളിച്ചു, ഇവിടെ വരിൻ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, വലിയൊരു സ്വഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. വാപ്പയും സ്വഹാബിയാണ്, അവരും സ്വഹാബിയാണ്. ചോദിച്ചു, അല്ല പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് തോന്നുന്നത് എന്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല, ഇതാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം. നിങ്ങളെ കണ്ട ഇബാദത്ത് അത്രയൊക്കെ തന്നെ എൻ്റെ അടുത്തുള്ളൂ, ഞാൻ വലിയ ഇബാദത്ത് എടുത്ത് മറിയുന്ന ആളൊന്നുമല്ല, വളരെ കുറച്ചുള്ളൂ. പക്ഷേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ഒരു അസൂയയോ എന്ത് പകപോക്കോ ഇതൊന്നും എന്റെ ഹൃദയത്തിലില്ല. അതെ, ശരി, എന്നായിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു, നബിയെ ഞാൻ ഇയാളുടെ കൂടെ കൂടി നബിയെ, കാര്യമായി ഒന്നും കണ്ടില്ല. പക്ഷെ മൂപ്പരിനോട് പറഞ്ഞ വിഷയം എന്താണെന്നറിയോ നബിയെ, മനസ്സിൽ ആരോടൊരു വെറുപ്പില്ല എന്നാ പറഞ്ഞത്. അതന്നെ അതിന് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് സ്വർഗം കിട്ടാൻ കാരണം. ഫർള് നിസ്കരിക്കണം, ഫർളായ വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്യണം, കാര്യമായ അമലുകളൊന്നുമില്ല. ഹൃദയം കൊണ്ട് വലിയ അമല് ചെയ്യാൻ പറ്റും. ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലതാ. അള്ളാഹുവിന് വേണ്ടി മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ, ശത്രുവിനെയും മിത്രങ്ങളെയും സ്നേഹിക്കാൻ പറ്റാൻ, അള്ളാഹുവിന് വേണ്ടി ഹൃദയം എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു കൽബുണ്ടാവുക, നന്മ പറയുന്ന ഒരു നാവുണ്ടാവുക, ചീത്ത പറയാത്ത, ചീത്ത വിളിക്കാത്തൊരു നാവുണ്ടാവുക, ചീത്തയെ പറ്റി ചിന്തിക്കാത്തൊരു മനസ്സുണ്ടാവുക. മതി മതി മതി, വലിയ അമലാണ്, വലിയ കർമ്മമാണ്. അത് ആരും അറിഞ്ഞില്ല. ഈ സ്വഹാബി കൂടെ ചെന്ന് പുരയിൽ കിടന്നുറങ്ങി 3 ദിവസം താമസിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മൂമാക്ക് ചെയ്തു കൊടുത്ത സേവനം കണ്ടപ്പോ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഉമർ തങ്ങൾ പറഞ്ഞതാ, ഇനി ഒരിക്കൽ ഞാൻ ഇതുപോലെ ആരും അറിയാതെ ഒരു നന്മ എനിക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കണം, എനിക്കും ഇങ്ങനെ ചെയ്യണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ ഖലീഫയാവുന്നത് വലിയ രസമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ, അല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മയ്യിത്ത് പോലും ഭൂമി ലോകത്ത് മറവ് ചെയ്യാതെ 3 ദിവസം നിർത്തിയിട്ടുണ്ട്. 3 ദിവസം എംബാം ചെയ്തിട്ടല്ല, പക്ഷെ ആ ശരീരത്തിന് സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് 3 ദിവസം.
ഈ തെരഞ്ഞെടുപ്പ് ആരെയാണ് ഖലീഫയാക്കേണ്ടതെന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാണ് ഇതുവരെ ഭൂമിയിലെ ഖലീഫ. ഇനി നബി തങ്ങൾ ഭൂമിന്റെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോവാണ്. അതുകൊണ്ട് അടുത്ത ഒരാൾ, നമ്മുടെ അഡ്ഹോക് കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അടുത്ത ഒരാളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മേലെ തന്നെ നിന്നോട്ടെ, മറവ് ചെയ്യണ്ട എന്ന് സ്വഹാബത്തിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ നിർത്തി തെരഞ്ഞെടുപ്പുണ്ടായി. തെരഞ്ഞെടുപ്പുണ്ടായ ഒരു വലിയ രസമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ ഉമർ, കൈ നീട്ടി എന്ന് പറഞ്ഞു. കൈ നീട്ടുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യാൻ. എന്തേ അബൂബക്കർ? ഉമർ, നിങ്ങളുടെ ഈ ഉമ്മത്തിന്റെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഉമർ, ഞാൻ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ചെയ്യൂല. ഞാനോ? അങ്ങോട്ടും കൊണ്ട് പറഞ്ഞു നോക്കണം. ഉമർ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങൾ കൈ നീട്ടി, നിങ്ങളാണ് ഖലീഫയാവേണ്ടത്, നിങ്ങൾ കൈതരി, ഞങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്യാണ്, നിങ്ങളാണ് ഖലീഫ, കൈ നീട്ടി എന്ന് പറഞ്ഞു. ഉമറേ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നതിന്റെ ശേഷം ഈ ഒരു മണ്ടത്തരമല്ലാതെ വേറൊരു മണ്ടത്തരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്ന തെരഞ്ഞെടുക്കാൻ നിങ്ങൾ കൈതരിയാണ്. നമ്മളൊക്കെ എങ്ങനെ പറയാം, ഞാൻ തന്നെയല്ലേ സ്ഥാനാർത്ഥിയാവേണ്ടത്, എന്നെ തന്നെയല്ലേ ആക്കേണ്ടത്, അല്ലാഹ് ഞാൻ റെഡിയാണ്. അവര് പറയാം, എന്നെ ആക്കല്ലേ, ഞാനില്ല, എന്നെ പറ്റൂല. സിദ്ദീഖ് തങ്ങൾ പറയാം, ഉമറേ, മാ റഅയ്തു മിൻക ലഹ്ഫതൻ ഗൈറ ഹാദാ, ഇതല്ലാത്ത ഒരു വേണ്ടാത്തരം, നിങ്ങളൊരു മണ്ടത്തരം ചെയ്തെന്റെ കണ്ണുകൊണ്ട് ഇതല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല ഉമറേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിന്റെ കൈ പിടിച്ച് ഞാൻ ഖലീഫയാണെന്ന് നിങ്ങൾ പറയേ. പറ്റില്ല അബൂബക്കർ, നിങ്ങളാവേ പറ്റൂ, നിങ്ങളാവണം, നിങ്ങൾക്ക് അല്ലാഹു അതിന് കരുത്ത് തരും. ഉമറേ, നിങ്ങളുടെ ഈ വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് എന്റെ കരുത്ത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം, പക്ഷെ എന്റെ കരുത്ത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഖലീഫ സ്ഥാനത്തേക്ക് വന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇനി എന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു നന്മ ഞാനും അല്ലാഹു മാത്രം അറിഞ്ഞെന്ന് ചെയ്തേക്കും. അങ്ങനെ മദീനയിൽ ഊരു ചുറ്റുന്ന സമയം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അവിടെ ഒരു സ്ട്രാൻഡഡ് ട്രാവലേഴ്സ്, യാത്ര തുടരാൻ പറ്റാതെ വിഷമിച്ചു പോയ ഒരു യാത്രാ സംഘം ഒരു ഫയർ ഇങ്ങനെ കണ്ടു, ഒരു ചെറു തീ. അടുത്തേക്ക് വന്നപ്പോ ഒരു വാപ്പ വിളക്ക് കത്തിച്ച് ഒരു പാത്രം വെറുതെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവാൻ, പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ട്, മക്കളൊക്കെ കരയുന്നുണ്ട്, കുട്ടികൾ, രാത്രി പാതിരായിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മക്കള് വിചാരിച്ചോട്ടെ, വിശന്ന് അവരുടെ ഉറങ്ങിക്കോട്ടെ, രാവിലെ എന്തെങ്കിലും സംഘടിപ്പിക്കാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചപ്പോ, എന്തെങ്കിലും പോകുന്നു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഖലീഫ ഉമറിനെ കാണാൻ പോവാണ്. ആരെ ചോദിക്കണത്? ആരാ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖലീഫ ഉമറിനെ കാണാൻ പോകും. കേട്ടുപരിചയമുള്ള ആളായിരിക്കും. വേണ്ട, ആൾക്കാർ കേട്ടുപരിചയം കണ്ടുപരിചയം ഉണ്ടായില്ല. ഞാൻ കാണാൻ വേണ്ടി പോവാണ്, കുറച്ച് റേഷൻ കിട്ടണം, നിങ്ങൾ വളരെ പച്ചപ്പാവങ്ങളാ, എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ശരി, ആരാ? ടെന്റിൽ എന്റെ ഭാര്യ ഉണ്ട്. എന്തേ? അവർക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട്, പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോ അതൊക്കെ കഴിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വിശ്രമിച്ചതാണ്. ആരാ ഉള്ളത്? ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ കുട്ടികളെ പുറത്ത് നോക്കുകയാണ്, അവൾ പ്രസവ വേദന അനുഭവിക്കാനുള്ളത്. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്കിക്കട്ടെ, ഞാൻ ഇപ്പോൾ വരാം. ഓടിച്ചെന്നു തന്റെ വീട്ടിലേക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അല്ലാഹുവിന് വേണ്ടി കർമ്മം ചെയ്യാൻ, മുഅ്മിനെ പടച്ചവന് വേണ്ടി ചെയ്യാൻ ഓടിച്ചെന്നു. അന്ന് ഉമർ തങ്ങളുടെ ഭാര്യയുണ്ട്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം. നബി തങ്ങൾക്ക് മകളുണ്ട്, ഉമ്മു കുൽസൂം, മരിച്ചു, വഫാത്തായി. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു. അലി തങ്ങൾക്ക് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകൻ. അവരാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം. അവരോട് ചോദിച്ചു, ഉമ്മു കുൽസൂം, കാര്യമായ ഒരു പുണ്യം ചെയ്യാൻ ഒരു അവസരം ഉണ്ട്, നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. പാതിരാത്രി, നമ്മളൊക്കെ പാതിരാത്രി വന്ന വാതിലിനെ എങ്ങനെ തുറന്നുതരാ? പെണ്ണുങ്ങളൊക്കെ എന്തായിരിക്കും അവസ്ഥ? കയറി വരുന്ന നേരം കണ്ടോ? നിങ്ങൾ വേദ മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞ് പോയിട്ട് ഈ പാതിരാത്രിയാണ് വരുന്നത്, ഉറക്കെ സ്വീപ്പാക്കി എന്നൊക്കെ പറയില്ലേ പെണ്ണുങ്ങള്. ഉമ്മു കുൽസൂം വാതിൽ തുറന്നു കൊടുത്തു. പാതിരാത്രി ചോദിക്കാണ്, നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കർമ്മണ്ട്, വരുന്നുണ്ടോ? ഞാൻ റെഡിയാണ്. എന്താണ് ആ ഭാര്യയും ആ ഭർത്താവും? ഞാൻ റെഡിയാണ്. എന്താണെന്നറിയോ ഉമ്മു കുൽസൂം? അവിടെ ഒരു യാത്രക്കാർ വന്നൊരു പെണ്ണ് പ്രസവിക്കാറായിട്ടുണ്ട്, അവൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ?
ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. എന്നാ കുറച്ച് തുണി കഷ്ണം, ആവശ്യമുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കും, ഞാൻ കുറച്ച് വിറകും ഗോതമ്പും ഞാൻ എടുക്കാം, നിങ്ങൾ സാധനം കൊടുത്ത് റെഡി ആയിക്കോളൂ. പാതിരാത്രി ഇങ്ങനത്തെ ഒരു കുടുംബം, നന്മയെ സ്നേഹിക്കുന്ന കുടുംബം, ഇസ്ലാം ലോകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 23 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയ സമൂഹത്തിന്റെ മനസ്സ് ഇതായിരുന്നു. പൊതുപ്രവർത്തനം, ജനങ്ങളെ സഹായിക്കുക, റിലീഫ് പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ തയ്യാർ. ഞാൻ റെഡിയാണ്. പാതിരാത്രി ഉറക്കത്തിന് എഴുന്നേറ്റിട്ടാ മഹദി പറഞ്ഞത്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഞാൻ റെഡിയാണ്, എന്നാ കയറിക്കോ. കുതിരപ്പുറത്ത് കയറി. ഉമർ തങ്ങൾ കുറച്ച് വിറകൊടുത്തു, ഗോതമ്പെടുത്തു. ഉമ്മു കുൽസൂം ആ പ്രസവത്തിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവര്. ആരായി പോകുന്നത്? നമ്മൾ പ്രസിഡന്റിന്റെ ഭാര്യയെ ഫസ്റ്റ് ലേഡി എന്നാ പറയാ അല്ലെ, രാജ്യത്തിന്റെ പ്രഥമ വനിത. ആ പ്രഥമ വനിതയാണ് ഇപ്പൊ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ആരുടെ പ്രസവം എടുക്കാനായി പോകുന്നത്? ഏതോ ഒരു പെണ്ണിന്റെ, മുസ്ലിമത്താണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ്. നമുക്ക് പ്രസവം എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെലവാണ് ഇപ്പോ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രസവം വലിയ ചെലവല്ലേ. പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ വേലക്കാരെ നിർത്തണം. ഒരു പണിയും ചെയ്യൂല, ഓർക്ക് ബാക്കിയുള്ളൊരു പണി ചെയ്ത് കൊടുക്കണം അല്ലെ. കുട്ടിനെ കുളിപ്പിക്കാനും ഭക്ഷണം പാകം ചെയ്യാൻ വൃത്തിയാക്കാനും അവരെ വിഷയമുണ്ടോ? എന്നാ സ്വിച്ചിട്ടല്ലേ, ആ സ്വിച്ച് പോലും അവൾക്ക് ഇടാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. ആര്? അവൾക്ക് വേറെ നിറച്ച് പൈസ കൊടുക്കും വേണം, എല്ലാം ചെയ്തു കൊടുക്കണം. അവരങ്ങോട്ട് അതിഥിയായി കൊണ്ടുവന്ന പോലെ. അങ്ങനത്തെ പണിക്കാരെ എന്ന് കിട്ടാനുള്ളത് അല്ലേ. പണിക്കാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്കും ഭർത്താവിന്റെ വീട്ടുകാർക്കും മാനക്കേടല്ലേ. വിളിച്ചുകൊണ്ടുവരെ കിട്ടുന്ന കാശിന് അവരെ നിർത്തിയ പണിയൊക്കെ നമ്മൾ ചെയ്യണം. അവര് പേരിനൊരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കള്ളപ്പണി ചെയ്യുന്ന പണിക്കാരെന്നുള്ളത്. അന്ന് ഈ പണി ചെയ്യാൻ പോകുന്നത് ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പോയി. നിങ്ങൾ എന്ത് ചെയ്യാ? ഭക്ഷണം പാകം ചെയ്തോളി, ഗോതമ്പേ റൊട്ടി ഉണ്ടാക്കിക്കോളി, ഈ പെണ്ണിന്റെ വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തോളാം, ഞാൻ ടെന്റിനുള്ളിലേക്ക് പോയി. ഏതോ പാതിരാത്രി മരുഭൂമിയുടെ നടുവിലായി നടക്കുന്നത്. മരുഭൂമിന്റെ നടുവിൽ ടെന്റ് കെട്ടിയിട്ട്, അന്ന് യാത്രക്കാരെ ടെന്റ് കൊണ്ടാ നടക്കുക. എവിടെ ചെന്നാൽ താമസിക്കാൻ ടെന്റ്, അവരുടെ വീട് കൂടെ ഉണ്ടാവും. അതാണ് നൊമാഡ്സ്. രാത്രിയായി ഉമർ